ഹലോ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് എന്താണെന്ന് വെച്ചാൽ ഞാൻ വന്നേക്കുന്നത് എൻ്റെ ഈ കുവൈറ്റിലെ ലാസ്റ്റ് മന്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഞാൻ കുവൈറ്റിൽ നിന്ന് പോവാണ്, റിയാദിലേക്ക് പോവാണ്. റിയാദിലെ ഹസ്ബൻഡിൻ്റെ അടുത്തേക്ക് പോവാണ്. അപ്പോൾ ഫെബ്രുവരി 1 ആകുമ്പോഴേക്കും ഞാൻ പോവും. ഫസ്റ്റ് ടിക്കറ്റ് എടുക്കാനാണ് മാഡത്തിനോട് പറഞ്ഞേക്കുന്നത്, ഫസ്റ്റ് അല്ലെങ്കിൽ സെക്കൻഡ്. പിന്നെ 21-ാം തീയതി പുതിയ ആൾ വരും. അപ്പോൾ അതിനൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കണമല്ലോ. അതൊക്കെ കാരണം ഞാൻ അങ്ങനെ പോവാണ്. പിന്നെ എനിക്ക് എന്താ പറയുക, ഇപ്പം ഞാൻ യൂട്യൂബ് ചാനലിൽ സജീവമായിട്ട് ഒരു 3 മാസമായിട്ടുള്ളൂ. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇരിക്കണേ, 3 മാസമൊക്കെ ആയിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് 1000 സബ്സ്ക്രൈബേഴ്സ് ആയുള്ള സന്തോഷം കൂടെ നിങ്ങളോട് പറയണം. 1000 സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞപ്പോൾ എനിക്ക് എല്ലാവരോടും നന്ദിയുണ്ട് എന്നെ സബ്സ്ക്രൈബ് ചെയ്ത. എൻ്റെ ഈ പൊട്ടത്തരങ്ങളും ഈ പാട്ട് എന്താ പറയുക, നല്ലതായിട്ട് പാടില്ലാന്ന് എനിക്കറിയാം. എന്നിട്ട് ആ പാട്ടുകൾക്കൊക്കെ നല്ല കമൻറ്റ് പറയുമോ. പിന്നെ കുറേ ചീത്ത കമൻറ്റ് പറഞ്ഞ ഇക്കമാരും ഒക്കെ ഉണ്ട്. ബ്രദറാണോ അത് നമുക്കറിയില്ല. ഇതൊന്നും സ്മോളാണോ ബിഗാണോ, അവർ വലിയ ആൾക്കാരാണ്, പ്രായമുള്ള ആളാണെന്നൊന്നും എനിക്കറിയില്ല. അവർ ചിലപ്പോൾ നല്ല ഉദ്ദേശത്തോടു കൂടി ആയിരിക്കും പറയണത്. അല്ലെങ്കിൽ എന്ത് ഉദ്ദേശമാണെങ്കിലും ഞാൻ പറഞ്ഞില്ല, എനിക്ക് നമ്മൾക്കൊക്കെ ഇങ്ങനെ ഈ പ്രവാസിയായിട്ട് വന്നിരിക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേ ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളൊക്കെ ഉണ്ട് അല്ലേ. നമ്മുടെ മക്കളെ പിരിഞ്ഞ്, നമ്മുടെ ഹസ്ബൻഡിനെ പിരിഞ്ഞ്, നമ്മുടെ വീട് വിട്ട്, നമ്മുടെ കൂടപ്പിറപ്പുകളെ വിട്ട്, നമ്മുടെ ഉമ്മാനെ വിട്ടിട്ടൊക്കെ നമ്മളിങ്ങനെ വന്ന് നിൽക്കുമ്പോൾ നമ്മുടെ മനസ്സൊന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെപ്പോലുള്ള കുറേ ഫ്രണ്ട്സുകളൊക്കെ ആയിട്ട് ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴൊക്കെ നമുക്കൊരു സന്തോഷം കിട്ടും. പിന്നെ ഒരുപാട് രോഗങ്ങളുണ്ടാവില്ലേ നമുക്കൊക്കെ. നമ്മുടെ പല അസുഖങ്ങളും നമ്മൾ പുറത്ത് എന്താ പറയുക, നമ്മൾ പറയാൻ മടിക്കുന്നുണ്ട്. കാരണം നമ്മൾ വലിയ ഹെൽത്തി ആയിട്ടിരിക്കട്ടെ, നമ്മൾ എൻജോയ് ചെയ്ത് നടക്കണം എന്നൊക്കെ വിചാരിക്കട്ടെ എന്നാണ് നമ്മൾ വിചാരിക്കുക. ആരും നമ്മളെ കൊച്ചിന് സുഖമില്ലാത്തതാണ് അങ്ങനെ സഹതാപം അങ്ങനെയൊക്കെ പറഞ്ഞാൽ നമുക്ക് ആർക്കും ഇഷ്ടമല്ലല്ലോ. അപ്പോൾ കുറേ അസുഖങ്ങളൊക്കെ ഉള്ളിൽ വെച്ചിട്ട് നമ്മൾ അതിൽ നിന്നൊക്കെ റിലാക്സ് ആവാൻ വേണ്ടിയിട്ട് എന്താ പറയുക, എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ അടിപൊളിയാണ് എന്നൊക്കെ ഉള്ള രീതിയിലൊക്കെ നമ്മൾ സ്വയം നമ്മളെ തന്നെ മോട്ടിവേറ്റ് ചെയ്തെടുക്കുകയാണ് ഇങ്ങനെയുള്ള സിറ്റുവേഷനിലൊക്കെ. പിന്നെ നമ്മൾ എല്ലാവരും എല്ലാം തികഞ്ഞവരൊന്നുമില്ലല്ലോ. കുറ്റങ്ങളും കുറവുകളും എല്ലാം ഉള്ള ആളുകളല്ലേ. അഥവാ എൻ്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റായിട്ടൊക്കെ ആളുകൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. ഞാൻ കുറച്ച് എന്താ പറയുക റിയാക്ഷൻ വീഡിയോസൊക്കെ ഇട്ടപ്പോൾ കുറേ ഇക്കമാർക്കൊക്കെ വിഷമിച്ചിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. അതിൻ്റെ ഇതൊക്കെ ഞാൻ കണ്ടു. ഒരു എന്താ പറയുക, അവരോടൊക്കെ ഞാൻ മാപ്പ് വയ്ക്കുകയാണ്. കാരണം എനിക്ക് പെട്ടെന്ന് എന്താ പറയുക, ഞാൻ എൻ്റെ ഒരു ജീവിത സാഹചര്യം വെച്ചിട്ടാണല്ലോ നമ്മൾ പെരുമാറുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ചില ആൾക്കാർ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ റിയാക്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരും എന്നോട് ക്ഷമിക്കണം കേട്ടോ. പിന്നെ എനിക്ക് ഭയങ്കര ഹാപ്പിയാണ്, കാരണം ഞാൻ ഇക്കാലത്തേക്ക് പോവാണല്ലോ. ഇതിപ്പോൾ ടൈം പോണില്ല. കാരണം മാഡം എന്നോട് മിഞ്ഞാന്ന് പറഞ്ഞത് എന്ത് ചെയ്ത സമയം പോണില്ല, ഒന്ന് പെട്ടെന്ന് സമയം ആവണേന്ന് ഓർത്തിട്ട് ഡേറ്റ് പോകണേന്ന് വിചാരിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ 21-ാം തീയതി പുതിയ ആൾ വന്നു കഴിഞ്ഞാൽ അതിനൊന്ന് കുക്ക് ചെയ്യണ രീതിയും ഒക്കെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കാമല്ലോ. പിന്നെ എന്താ, അപ്പോൾ രാവിലെ ചായ കൂടി കഴിഞ്ഞു. ഇനിയിപ്പോൾ പോകണം, ഡ്യൂട്ടിയുടെ ടൈമാണ്, ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈമിന് താഴേക്ക് പോകണം. അപ്പോൾ അതിന് മുമ്പ് ഞാനിങ്ങനെ റിയാദിലേക്ക് പോകണമെന്നുള്ള കാര്യം നിങ്ങളൊന്ന് അറിയിച്ചെന്നുള്ളൂ. എല്ലാവരും എനിക്ക് വേണ്ടി ദുആ ചെയ്യുക. ഫെബ്രുവരി 2 ആയിരിക്കും ഞാൻ പോവുക. പിന്നെ എൻ്റെ മോന്, എൻ്റെ ബാവാസ് ഉണ്ട് റിയാദിൽ. എനിക്ക് എന്താ പറയുക, എനിക്ക് മക്കളെയാണ് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യണത്. എനിക്ക് എപ്പോഴും അവരുടെ കൂടെ ഇരിക്കുക. എൻ്റെ വാവാട്ടി ഇപ്പോൾ പുറത്ത് എവിടെ പോയാലും എന്നെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ എൻ്റെ മോൻ പോവില്ല. അത്ര നല്ല മോനാണ് എൻ്റെ മോൻ. ചെറിയ ചെറിയ കുരുത്തക്കേടൊക്കെ ഉണ്ടാവുമല്ലോ ആൺകുട്ടികളല്ലേ. അപ്പോൾ അതൊക്കെ ഓക്കെ, അതൊക്കെ നമുക്ക് സഹിക്കാവുന്നുള്ളൂ. പക്ഷേ അന്ന് വലിയ കുരുത്തക്കേടൊന്നും ഇല്ല കേട്ടോ. നല്ല ചില എന്താ പറയുക, ചിന്തിക്കാതെ, ഞാൻ മുമ്പൊരു വീടിട്ടുണ്ട്, ചിന്തിക്കാതെ കൂട്ടുകെട്ടി പോയി ചാടുന്ന ഒരു സ്വഭാവം. എല്ലാവരെയും ഭയങ്കര ഹെൽപ്പ് ചെയ്യണ ഒരു മൈൻഡുള്ള ആളാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കുരുത്തക്കേടുകളൊക്കെ പോയി ചാടും. ഇപ്പോൾ ഒരു പരിചയമില്ലാത്ത ആളൊന്ന് ഹെൽപ്പ് ചോദിച്ചാൽ അവൻ ചെയ്തു കൊടുക്കും. അതുകൊണ്ട് ഇപ്പോൾ അവൻ ആ ജോലി ചെയ്യണ അവിടുത്തെ ആളുകൾക്ക് അവന് ഭയങ്കര ഇഷ്ടമാണ്. കാരണം അവരെന്തെങ്കിലും പറയാൻ നോക്കിക്കോ ചെയ്യാനായിട്ട്. അതായത് ഒന്ന് പൂർത്തിയാക്കണ ഓക്കെ, ആൾ റെഡിയായി പോയി കഴിഞ്ഞു. അങ്ങനത്തെ ഒരു മൈൻഡുള്ള ആളാണ്, ഭയങ്കര ഹെൽപ്പിംഗ് മൈൻഡുള്ള ആളാണ്. എനിക്കെൻ്റെ പിള്ളേനെ കാണണം, എനിക്ക് അങ്ങനെയൊക്കെയുള്ള ഭയങ്കര കൊതിയാണ് ഇപ്പോൾ. എന്തായാലും ഇൻഷാ അല്ലാ ഇനി റിയാദിൽ ഇപ്പോൾ ഞാൻ പോണതിന് മുമ്പ് 1-2 വീഡിയോസൊക്കെ ചെയ്യും. റിയാദിൽ ചെന്നിട്ട് എൻ്റെ മക്കളുടെ മോൻ്റെ ഇക്കാടേയും കൂടെയൊക്കെ ഉള്ള വീഡിയോസൊക്കെ വരും കുറേ. എനിക്ക് ഭയങ്കര ഹാപ്പിയാണ്. എനിക്ക് അവരില്ലാത്തതിൻ്റെ ഒരു കുറവുണ്ട്. ഞാൻ സ്വന്തം ക്യാമറ പിടിച്ച് ഞാൻ സ്വന്തം
എന്താ പറയുക, എല്ലാ വീഡിയോസും ഞാൻ സ്വന്തമല്ല ഇങ്ങനെ ക്യാമറ എടുക്കുന്നത്. നമുക്ക് വേറെ ഈ ഫോണിലെ ക്യാമറ മാത്രമല്ലേ ഉള്ളൂ, നമ്മൾ എക്സ്ട്രാ ക്യാമറ മൈക്കോ ഒന്നുമില്ലല്ലോ. ഇപ്പോൾ ഫോണിലൂടെ ഉള്ള ഞാൻ സ്വന്തം ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസൊക്കെ കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി ഞാൻ റിയാദിൽ ചെന്നിട്ട് വിടും വീഡിയോസ്. ഞാൻ ഇനി വീട്ടിൽ പോവും. റിയാദിൽ ചെന്നതിന് ശേഷം ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് കഴിയുമ്പോൾ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകും. വീട്ടിൽ ചെന്ന് കഴിയുമ്പോഴും ഹോം ടൂർ പോലുള്ള എൻ്റെ വീടും കാര്യങ്ങളും എൻ്റെ എല്ലാവരെയും പരിചയപ്പെടുത്തുന്ന വീഡിയോസൊക്കെ വരും. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. എനിക്ക് എന്തായാലും ഒരു സന്തോഷം പ്രത്യേകിച്ച് പറയുകയാണ്, 1000 സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞു. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്തതിന് താങ്ക് യു സോ മച്ച്. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.